വർഷത്തെ SSLC പരീക്ഷ ഇന്ന് അവസാനിക്കുകയാണ്. ബയോളജിയാണ് അവസാന പരീക്ഷ. ഹയർ സെക്കൻഡറി പരീക്ഷ ശനിയാഴ്ച പൂർത്തിയാകും. രണ്ട് പരീക്ഷകളുടെയും മൂല്യനിർണ്ണയം ഏപ്രിൽ 16 ആരംഭിക്കും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഗൾഫ് കേന്ദ്രങ്ങളിലെ മാറ്റിയ പരീക്ഷകൾ പ്രത്യേകം നടത്താനാണ് ആലോചന. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വലിയ പരീക്ഷാകാലം കുട്ടികളെ സംബന്ധിച്ച് സമ്മർദ്ദത്തിന്റെ കാലം കൂടിയായിരുന്നു. അതങ്ങനെ അവസാനിക്കുകയാണ്. ഇന്ന് SSLC പരീക്ഷ അവസാനിക്കുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ നേരത്തെ 2 ദിവസം മുമ്പ് അവസാനിച്ചതാണ്. ഇനിയിപ്പോൾ മൂല്യനിർണ്ണയത്തിലേക്ക് കടക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ്? ഇതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടും തിരക്കും ഒക്കെയും നടക്കുന്നുണ്ടല്ലോ. ഈ ഫലപ്രഖ്യാപനം എപ്പോഴത്തേക്കായിരിക്കും? ഗൾഫ് മേഖലകളിലെ മാറ്റിവെച്ച പരീക്ഷകളെ സംബന്ധിച്ച് എന്ത് അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്? സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ആശ്വാസ സമയമാണ്. കാരണം നീണ്ട പരീക്ഷാകാലം അവസാനിക്കുകയാണ്. ഇന്ന് ബയോളജി പരീക്ഷയാണ്. രാവിലെ 11-15 വരെയാണ് പരീക്ഷ. അതാണ് അവസാന പരീക്ഷ. അതിനുശേഷം പിന്നീടായിരിക്കും മൂല്യനിർണ്ണയം നടക്കുന്നത്. ഏപ്രിൽ 16 തീയതി മൂല്യനിർണ്ണയം ആരംഭിക്കും എന്നതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഏപ്രിൽ 7 മൂല്യനിർണ്ണയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ തുടർന്നാണ് മൂല്യനിർണ്ണയം മാറ്റിയതൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തായിരുന്നു ആ തീയതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗൾഫ് മേഖലയിൽ മാറ്റിവെച്ച പരീക്ഷ എന്ന് നടത്തണമെന്ന കാര്യത്തിലും വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 6 ഒരു യോഗം ചേരുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. ആ യോഗത്തിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. നേരത്തെ ഈ മൂല്യനിർണ്ണയം മാറ്റിയതിനാൽ മെയ് 8 ഈ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. ഈ SSLC പരീക്ഷാഫലം സാധാരണ പ്രസിദ്ധീകരിക്കുന്ന തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ മൂല്യനിർണ്ണയം ഉൾപ്പെടെ നീണ്ടുപോയ സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഏതെങ്കിലും പുനരാലോചന ഉണ്ടോ എന്ന കാര്യത്തിലും വിദ്യാഭ്യാസ വകുപ്പ് വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും. MG പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്.